ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് K2 സോഷ്യൽ സയൻസിനെ പറ്റിയിട്ടാണ്. എങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ പഠിക്കണം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ പ്രീവിയസ് ഇയറിൽ വന്ന, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ചോദ്യമാണ്. ഫെബ്രുവരി 2 ലോകമെമ്പാടും ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാലോ. ഫെബ്രുവരി 2 ഏത് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, തണ്ണീർത്തട ദിനം എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഇമ്പോർട്ടന്റ് ഡേയ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ടും വരുന്നുണ്ട്. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫെബ്രുവരി 2 ആണ്. അപ്പൊ ഈ ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ദിനങ്ങളും പഠിക്കാം. പരിസ്ഥിതി ദിനം ജൂൺ 5, ഓസോൺ ദിനം സെപ്റ്റംബർ 26, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോ ദിനങ്ങളും ഓപ്ഷൻസ് വെച്ചും കൂടി പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ഡേയ്സ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. ഇപ്പം ജോഗ്രഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഡേയ്സുകളും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, കേരളത്തിന്റെ അക്ഷാംശ വ്യാപ്തി ഏത്? അപ്പം K2 സോഷ്യൽ പഠിക്കുമ്പം അവിടെ പ്രധാനമായിട്ടും വരുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ജോഗ്രഫിയുടെ സെക്ഷനിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? കേരളത്തിന്റെ അക്ഷാംശ വ്യാപ്തി ഏത്? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബേസിക് ലെവലിൽ നിന്നാണ് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ടും ജോഗ്രഫി പഠിക്കുമ്പോൾ പഠിച്ചു പോകുന്ന ഒരു ഏരിയ കൂടിയാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ, സൂര്യന്റെ ഉത്തരായനം ആരംഭിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ സമ്മർ സോൾസ്റ്റൈസും വിന്റർ സോൾസ്റ്റൈസും ഇക്വിനോക്സും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി, ജൂൺ 21 എന്നുള്ളതാണ്. അപ്പം ഇവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ, നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുകളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ വന്നതാണ്. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, നമ്മുടെ റിനൈൻസൻസിന്റെ ഭാഗത്തുനിന്ന് വന്നുള്ള ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ ബേസിക് ലെവലിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, വൈകുണ്ഠ സ്വാമികൾ എന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ധരാതലീയ ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, കോണ്ടൂർ രേഖകളാണ്, കോണ്ടൂർ ലൈൻസ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ഒരേ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈനുകളുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഐസോനെഫ് എന്ന് വെച്ചാൽ എന്താ? തുല്യ ക്ലൗഡ് കവർ ഉള്ള ഏരിയാസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈനാണ് ഐസോനെഫ്. ഐസോ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻഫാൾ തുല്യമായിട്ട് വരുന്ന ഏരിയാസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഐസോ ഹൈറ്റുകൾ എന്ന് പറയുന്നത്. ഐസോബാർ തുല്യമർദ്ദ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഐസോബാർ. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ഏരിയാസ് ഒക്കെ കൃത്യമായിട്ടും പഠിക്കാവുന്നതാണ്. ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേരെങ്കിലും കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള ഏരിയ ആയിരിക്കാം. പക്ഷെ ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൃത്യമായിട്ടും നിങ്ങൾ ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിക്കേ, ഇക്കണോമിക്സിന്റെ ഒരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏത് എന്നുള്ള ചോദ്യമാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് നീതിപൂർവകമായ വളർച്ച ഗരീബി ഹട്ടാവോ എന്ന ആശയം ലക്ഷ്യമിട്ടത്? ഗരീബി ഹട്ടാവോ എന്നുള്ള ഒരു ഒറ്റ വാക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഗരീബി ഹട്ടാവോ എന്താണെന്നും പോവർട്ടി അലിവിയേഷൻ എന്താണെന്നും അറിയുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ടും ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹട്ടാവോ ഏത് പദ്ധതിന്റെയാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. കൃത്യമായിട്ട് നമുക്കറിയുന്ന ഏരിയയാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ആ ഓരോ നമ്മുടെ സിലബസിൽ കിടക്കുന്ന ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു സോഷ്യൽ സയൻസിന്റെ ഈ ഒരു ഏരിയാസ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കൂ,
ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 101 ഭരണഘടനാ ഭേദഗതി എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. ധ്രുവങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങൾ ചെറുതാകുന്നു എന്ന ആശയം ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പഠന സഹായി ഏത് എന്നുള്ളതാണ് ചോദ്യം. ധ്രുവങ്ങളിലേക്ക് പോകും തോറും നമ്മുടെ അക്ഷാംശ വൃത്തങ്ങൾ എന്താകുന്നുണ്ട്? ചെറുതാകുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടും കാണുന്നത് എവിടെയാണ്? കൃത്യമായിട്ടും കാണുന്നത് ഗ്ലോബിലാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, ഗ്ലോബ് എന്നുള്ളതാണ്. അപ്പം ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ, ഇതൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ലെവലിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന്. അതായത് കൃത്യമായും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബേസിക് ടു മീഡിയം ലെവലിലാണ് ഈ ചോദ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ടാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് പഠിക്കുക, അത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക എന്നതാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ സോഷ്യൽ സയൻസിനെ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഫേസ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് പാസ്സാവാൻ പറ്റുന്നതാണ്, ക്വാളിഫൈഡ് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം, ഏത് രീതിയിൽ വരാം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ കൃത്യമായിട്ടും ഒരു നിങ്ങൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ബേസിക് ആയിട്ട് ഓരോ ടോപ്പിക്കിനെ പറ്റിയും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ചോദ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ നിങ്ങൾ ഈ ചോദ്യങ്ങളേക്ക് ഒന്ന് വിലയിരുത്തി ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടറ്റ്, ഇപ്പോൾ K1 ആണെങ്കിലും കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് CC എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളെ മെന്റർഷിപ്പൊക്കെ തന്ന് കൃത്യമായി നിങ്ങളെ പഠിപ്പിച്ച് പാസ്സാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോങ് ടേം ബാച്ച്, നമ്മളെ കാറ്റഗറി 1, 2, 3 ആൻഡ് 4 വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡെയിലി പഠിക്കേണ്ട ടോപ്പിക്കുകളാണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് ആണെങ്കിലും ലൈവ് ക്ലാസ്സുകളാണെങ്കിലും ലൈവ് ക്ലാസ്സുകളുടെ നോട്ടാണെങ്കിലും PDF നോട്ടുകളാണെങ്കിലും അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻസ് ആണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഡെയിലി വർക്കൗട്ടുകൾ തന്ന് നിങ്ങളെ ആ ഒരു എക്സാമിന് ക്വാളിഫൈഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ലോങ് ടേം ബാച്ചാണ് ആരംഭിച്ചിട്ടുള്ളത്. ആരെങ്കിലും ഈ ബാച്ചിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.